എടോ, ഈ ബിംബാരാധകനെ കൂട്ടിയല്ലേ സംവാദത്തിന് നടന്നിരുന്നത്? ഈ മുശരിക്കിനെ കൂട്ടിയല്ലേ നിങ്ങൾ ഇത്രയും കാലം നടന്നിരുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കിതാബ് നോക്കി അദ്ദേഹം പറയുന്നത് കാതോർത്തിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടുന്ന വിജ്ഞാനം നുകർന്ന് ഇപ്പൊ അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. നന്ദി കെട്ടവരെ, നിങ്ങളല്ലേ ഇത് പറയൂ. ആലുവ സംവാദം കഴിഞ്ഞ് ഇല്ലത്താനിയിൽ കുടുങ്ങി അവസാനം ഒതുക്കുകൽ വിശദീകരണം ഉണ്ടാക്കാൻ വേണ്ടി മൗലവിയുടെ വീട്ടിൽ വന്നു താമസിച്ചിട്ട് അന്ന് ഹനീഫ പറയാണ്, അതിലെവിടെ അല്ലെങ്കിൽ മൗലവി ശിർക്ക്? നിങ്ങളാ എഴുതിയിൽ എവിടെ ശിർക്ക്? ജബ്ബാർ മൗലവി മുശ്രിക്ക്. പിന്നെയോ കായപ്പടി പറയുന്നത് സക്കരിയാസലായി മുശ്രിക്കാണ്. പുറത്താക്കിയത് മാത്രല്ല, ഞാൻ മുശ്രിക്കായി പോയി എന്നാണ് പ്രഖ്യാപിച്ചത്. പത്രങ്ങളിലൊക്കെ കൊടുത്തു, ശിർക്കിലേക്ക് പോയി. കണ്ടോ? അപ്പൊ തൗഹീദിന്റെയും ശിർക്കിന്റെയും പേരിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പുതിയൊരു ഭിന്നിപ്പുണ്ടായിട്ടുള്ളത് എന്ന് പൊതുജനങ്ങളെ ധരിപ്പിച്ചു. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കുതിർക്കും, ഞാൻ പുറത്തിറങ്ങൂല. അപ്പൊ ഞാൻ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ വരെ പറ്റുമോ എന്നുള്ള സംശയത്തിലാണ്. സക്കരിയാസലായി പറയുന്നു അപ്പുറത്തും മുശ്രിക്കായി പോയി, ശിർക്കിലായി പോയി. ഇത് മാത്രമല്ല, ഇപ്പൊ യഥാർത്ഥത്തിൽ ശിർക്കിലെത്തിയത് ഇവരാണ്. കാരണം ഇവര് വാദം എന്താണെന്നറിയോ? ജിന്ന് അഭൗതിക സിദ്ധിയാണ്, മലക്ക് അഭൗതിക സിദ്ധിയാണ്. അപ്പൊ അവരുടെ കഴിവുകൾ എന്തായപ്പോ? അഭൗതിക കഴിവായി. അപ്പൊ ജിന്ന് എന്താണ്? നൗഷാദ് ഹസനോട് പറഞ്ഞു കൊടുക്കുക, ജിന്നിന് അഭൗതിക കഴിവുണ്ടെന്ന് വിചാരിച്ചാൽ ശിർക്കല്ല, മലക്കിന് അഭൗതിക കഴിവുണ്ടെന്ന് വിചാരിച്ചാൽ ശിർക്കല്ല. സലാം സുല്ലമി തന്നെ, സലാം സുല്ലമിനേക്കാൾ ഒരു കൂടി ഗ്രേഡ് മുമ്പിലായി. അഭൗതിക കഴിവ് എന്ന് പറഞ്ഞാലോ പടച്ചോര് മാത്രമുള്ള കഴിവാണ്. പടച്ചോര് മാത്രമുള്ള കഴിവ് മലക്കിന് നിശ്ചയിച്ചാൽ ശിർക്കാവില്ലേ? ഇതാണ് മറ്റുള്ളവരുടെ പേരിൽ ശിർക്ക് ആരോപിച്ച് അങ്ങനെ ഉണ്ടാവും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കാൻ. 2012 അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും വേറെ ഒരു തൗഹീദ്, പുതിയ തൗഹീദുമായിട്ട് രംഗത്ത് വന്നു. ഇപ്പൊ എന്താന്ന് വെച്ചാല് അബ്ദുറഹ്മാൻ സലഫിയെയും കൂട്ടരെയും അംഗീകരിക്കാത്തവരൊക്കെ അവർ കൊണ്ടുവന്ന പുതിയ തൗഹീദ് മാനദണ്ഡം അനുസരിച്ച് മുശ്രിക്കുകളാണ്. അങ്ങനെ ആരോപിക്കുക. അതേപോലെ കാഫറാക്കൽ പരിപാടിയാണ്. എല്ലാവരും കാഫറാക്കി പരസ്പരം തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. മടവൂരികളുടെ പ്രസിദ്ധീകരണത്തിന്റെ ചീഫ് എഡിറ്ററാണ് ചെറിയ മുണ്ടം. ആ ചെറിയ മുണ്ടത്തിന്റെ വാദം പച്ചയായ ശിർക്കാണ് എന്ന് എടവണ്ണ അബ്ദുസലാം സുലമി. മടവൂരികളെ, ആരാണ് യാഥാസ്ഥികൻ? അപ്പുറത്തും മുശ്രിക്കായി പോയി, ശിർക്കിലായി പോയി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കാൻ. ചില സാധാരണക്കാർ മുജാഹിദുകൾ വിചാരിച്ചത് മരിക്കാതെ വിളിച്ചിട്ടാ കുഴപ്പമില്ല, മരിക്കുക എന്നുള്ളതല്ല പ്രശ്നം, എന്തായാലും ശിർക്കാവുന്നതാണ് പുതിയ കണ്ടുപിടുത്തം. അല്ല, നേരത്തെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പുസ്തകത്തിൽ. പറയട്ടെ, എന്റെ നമുക്ക് പറ്റി പറയാം. ജോസഫിനോടുള്ള സഹായതേട്ടം ശിർക്കല്ല എന്ന് മുജാഹിദുകൾക്കറിയാം. മുഹീദ്ദീൻ ശൈഖിനോടുള്ള തേട്ടം ശിർക്കാണെന്ന് മുജാഹിദുകൾക്കറിയാം. കേട്ടില്ലേ? ജോസഫിനോടുള്ള സഹായത്തേട്ടം ശിർക്കല്ല, മുഹീദ്ദീൻ ശൈഖിനോട് അവൻ ശിർക്കാണ്. അത് മുജാഹിദുകൾക്കറിയാം. അല്ലാഹുവേ, നീ നന്നാക്കണേ. ബാക്കി മരിച്ചു എന്നതുകൊണ്ട് മാത്രമാണോ മുഹീദ്ദീൻ ശൈഖിനോടുള്ള തേട്ടം ശിർക്കാകുന്നത്? അല്ല. ജീവിച്ചിരിക്കുന്ന ഒരു ശൈഖാണെന്ന് വിചാരിക്കുക. ജീവിച്ചിരിക്കുന്ന ഒരു ശൈഖാണ്. ഒരാൾ തോണി പോകുമ്പോ തോണി മറിഞ്ഞ് മുങ്ങാൻ. ആ സമയത്ത് അയാൾ മൊബൈലിൽ ജീവിച്ചിരിക്കുന്ന ഒരു ശൈഖിനെ വിളിക്കാൻ, ഈജിപ്തിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ജീവിച്ചിരിക്കുന്ന ഒരു ശൈഖിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നു, ശൈഖിനെ എന്നെ രക്ഷിക്കണേ. അയാൾ മനസ്സിലുള്ള വിശ്വാസം എന്താ? ഞാൻ ഈ വിവരം ശൈഖിനെ മൊബൈലിൽ വിളിച്ച് പറഞ്ഞാൽ എങ്ങനെയോ ശൈഖി എന്നെ രക്ഷിക്കും. അയാൾക്കറിയില്ല അതിന്റെ കാരണം. ശിർക്കാണത്. അങ്ങനെയാണ് മുജാഹിദുകൾ ഇവിടെ പഠിപ്പിച്ചത്. ശിർക്കാണത്. മരിക്കലും മരിക്കാതിരിക്കലുമല്ല. ഒരു കാര്യം ശിർക്കാവാനും ശിർക്കാവാതിരിക്കാനും, ഒരു കാര്യം പ്രാർത്ഥന ആവാനും ആവാതിരിക്കാനുമുള്ള മാനദണ്ഡം മനസ്സിലായില്ലേ? അപ്പൊ ജോസഫിന്റെ മൊബൈലിൽ വിളിച്ചാല് ശിർക്കാവൂല, ശൈഖിനെ വിളിക്കുമ്പോ ശിർക്കാവും. അതാ മാനദണ്ഡം. ജോസഫിനെ വിളിച്ചാൽ കുഴപ്പമില്ല, ശൈഖിനെ മൊബൈലിൽ വിളിച്ചാൽ ശിർക്കാവും. എന്താ വിഷയം? ശൈഖ് എങ്ങനെ രക്ഷിക്കൂന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു തരാം മൗലവി. ഞങ്ങൾ ശൈഖിനെ വിളിക്കും, അതിന് മൊബൈലും വേണമെന്നില്ല, ഞങ്ങൾക്ക് മൊബൈലും ഇല്ലാതെ തന്നെ വിളിക്കും. അപ്പൊ എങ്ങനെ രക്ഷിക്കാന്നോ? പറഞ്ഞു തരാം, കേട്ടോ. ഖുർആൻ വയസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവും ഉള്ളവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുമെന്ന് ഖുർആൻ. എല്ലാവരുടെ ദുആക്കും ഉത്തരം കൊടുക്കുമെന്നല്ല പറഞ്ഞത്. വയസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അത് തന്നെ ഹദീസും നോക്കിക്കോ, ബുഖാരി. എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഞാൻ സ്നേഹിക്കുന്ന മഹാന്മാർ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തായാലും കൊടുക്കും.
അപ്പൊ ഔലിയാക്കളെ ദുആക്ക് ഉടനെ തന്നെ ഉത്തരമുണ്ട്. അതുപോലെ എന്റെ ദുആക്ക് അങ്ങനെ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ശൈഖിനെ വിളിച്ചിട്ട് ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശൈഖ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തണമെന്നാണ്. അള്ളാഹ്ക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ മൗലവിമാരെ? ആ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. രക്ഷിക്കാൻ കാരണങ്ങൾ നിമിത്തങ്ങളാകണമെന്നാണ്. അള്ളാന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏത് സൃഷ്ടിയോട് ഒരു മുഅ്മിനായ മനുഷ്യൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ രക്ഷ പടച്ചു തരണേ എന്നല്ല. പടച്ചവനൊന്നേ ഉള്ളൂ, പടക്കുന്നവനൊന്നേ ഉള്ളൂ. രക്ഷ സൃഷ്ടിച്ചു തരാൻ അള്ളാഹ്ക്കേ കഴിയൂ. ഇനി നിങ്ങൾ ജോസഫിനോടാണോ പറഞ്ഞത്? എന്നാൽ അതിനർത്ഥം നിമിത്തമായി പ്രവർത്തിക്കണേ എന്നാണ്. ജോസഫിന് രക്ഷിക്കാൻ കഴിയൂല, ഒരാൾക്കും രക്ഷിക്കാൻ കഴിയൂല. രക്ഷിക്കുന്നവനൊന്നേ ഉള്ളൂ. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹയാണ്. പേടിക്കുന്ന സമയത്ത് നിർഭയത്വം കൊടുക്കുന്നവൻ അല്ലാഹയാണ്. അല്ലാഹയല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലാഹയല്ലാതെ തടയുന്നവനില്ല, അല്ലാഹയല്ലാതെ രക്ഷിക്കുന്നവനില്ല. ഇതാണ് സുന്നികളെ വിശ്വാസം. ജോസഫ് ചിലപ്പോൾ ഭൗതികമായ നിമിത്തങ്ങളായി ജോസഫ് ചാടി വെള്ളത്തിൽ ഇറങ്ങിയിട്ട് രക്ഷിച്ചേക്കാം. അതേ സമയത്ത് ഒരു ശൈഖിനെ വിളിച്ചാലോ ആ ശൈഖ് റബ്ബിനോട് ദുആ ചെയ്ത് രക്ഷപ്പെടുത്തിയേക്കാം. അല്ലെങ്കിൽ അല്ലാഹു തആല ആ ശൈഖിന് കൊടുക്കുന്ന കറാമത്ത് മുഖേന രക്ഷപ്പെടുത്തിയേക്കാം. ഇനി അഥവാ ശൈഖിന് കറാമത്തില്ലെങ്കിലോ, ശൈഖ് കേട്ടില്ലെങ്കിലോ, ജോസഫ് വിളിച്ചിട്ട് കേട്ടില്ലെങ്കിലോ, ജോസഫിന് നീന്തം അറിയില്ലെങ്കിലോ, അവിടെ നിങ്ങളെ മറുപടി എന്താണ്? വിളിച്ചത് വെറുതെയായി എന്നാണ്. എന്നാൽ മറ്റിടത്തിലും വിളിച്ചത് വെറുതെയായി എന്നല്ലാതെ ശിർക്ക് വരുന്നത് എങ്ങനെയാ മൗലവിമാരെ? ശിർക്കെന്താന്ന് പഠിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്. പടച്ചവന്റെ സത്തയിലോ, പടച്ചവന്റെ വിശേഷണങ്ങളിലോ, പടച്ചവന്റെ പ്രവൃത്തിയിലോ, മറ്റേതെങ്കിലും ഒരു വസ്തുവിനോ വ്യക്തിക്കോ തുല്യതയുണ്ടെന്നോ സാമ്യതയുണ്ടെന്നോ പങ്കുകാരുണ്ടെന്നോ വിശ്വസിക്കുമ്പോഴാണ് ശിർക്ക്. അതിവിടെ വരുന്നില്ല. ശൈഖ് പടച്ചവനോട് ഒരു വിഷയത്തിലും തുല്യതയുള്ള ആളല്ല. ഞങ്ങളൊക്കെ മദ്രസയെ പഠിപ്പിച്ചില്ലേ? അല്ലാഹ് ഉള്ളവനാണ്, അവനുള്ളവനാണെന്നതിന് തുടക്കമില്ല, അവനുള്ളതിന് തുടക്കമില്ല. വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. പടച്ചവൻ ഒരിക്കലും നാശം സംഭവിക്കുന്നവനല്ല, എന്നും അവശേഷിക്കുന്നവനാണ്. മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. പടച്ചവനൊന്നിനോടും ഒരു നിലക്കും തുല്യനല്ല. പടച്ചവനോടൊന്നും തുല്യതയുള്ളതോ തുല്യനോ ഇല്ല. പിന്നെയോ ഖിയാമുഹു ബിന്നഫ്സി വഹ്ദാനിയ മുനസ്സഹുൻ ഔസാഫുഹു സനിയ. പടച്ചവനൊന്നിലേക്കും ആശ്രയിക്കുന്നില്ല, എല്ലാവരും പടച്ചവനിലേക്ക് ആശ്രയിക്കുന്നു. അല്ലാഹു തആല ദാത്തിലും അഫ്ആലിലും അവന്റെ സിഫത്തിലും ഒരു വിഷയത്തിലും പടച്ചവനോട് തുല്യമായ ഒരാളുമില്ല, ഒന്നുമില്ല. അവരെന്തുകൊണ്ടും ഏകനാണ്. ആ റബ്ബ് കഴിവ് കൊടുക്കാതെ, ആ റബ്ബ് ഉദ്ദേശിക്കാതെ, ആ റബ്ബ് തീരുമാനിക്കാതെ, ആ റബ്ബ് കഴിവ് കൊടുക്കാതെ ഒരു ജോസഫിനും രക്ഷിക്കാൻ കഴിയൂല, ഒരാൾക്കും രക്ഷിക്കാൻ കഴിയൂല. രക്ഷിക്കുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവന്റെ രക്ഷ ഭൗതികമായ മാർഗത്തിലൂടെയും അല്ലാഹ് കൊടുക്കും, അഭൗതികമായ മാർഗത്തിലൂടെയും കൊടുക്കും. അതാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ നിന്ന് ഇപ്പൊ മരിക്കുമെന്നായപ്പോൾ മൂസാ നബിയോട് തേടുന്നു അനുയായികൾ. ഖുർആൻ പറയുന്നു ഔഹൈനാ ഇലാ മൂസാ ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു. മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ അത് ശിർക്കാണ് എന്നല്ല അല്ലാഹു വഹി അറിയിച്ചത്. അനിറിബ്യാസാക്കൽ ഹജർ. മൂസാ നബിയെ നിങ്ങളോട് വെള്ളത്തിന് തേടിയില്ലേ അനുയായികൾ? അതേ ആ ജനങ്ങൾക്ക് നിങ്ങൾ വെള്ളം കൊടുക്കൂ. എങ്ങനെ കൊടുക്കണം? നിങ്ങളെ കയ്യിലെ വടി കൊണ്ട് പാറക്കടിക്കൂ.
പാറക്കടിച്ചാ ഭൗതിക നിലക്ക് വെള്ളം കിട്ടൂല. മൂസാ നബിയോട് തേടുമ്പോ എങ്ങനെ മൂസാ നബി വെള്ളം തരുമെന്ന് മനസ്സിലാക്കിയിട്ടല്ല, മൂസാ നബിക്ക് അല്ലാഹു മുഅ്ജിസത്തിന്റെ കഴിവ് കൊടുക്കും, ആ മുഅ്ജിസത്ത് മുഖേന സഹായിക്കുമെന്ന നിലക്ക് അനുയായികൾ തേടിയപ്പോ മൂസാ നബി എന്ത് ചെയ്തു? മൂസാ നബി മൂസാ നബി അല്ലാഹുവിനോട് തേടി. മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് തേടി. മൂസാ നബി അല്ലാഹുവിനോട് തേടിയപ്പോൾ മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കാൻ അല്ലാഹുവിന്റെ ഓർഡറാണ്. നിങ്ങളെ കയ്യിലെ വടി കൊണ്ട് പാറക്കടിക്കൂ മൂസാ നബിയെ. 12 തോടുകൾ അതാ കല്ലിൽ നിന്ന് പൊട്ടിയൊലിക്കുന്നു. ഇത് അസാധാരണ കഴിവല്ലേ, അഭൗതിക മാർഗമല്ലേ? കല്ലിന് പാറക്കല്ലിന് വടി കൊണ്ടടിച്ചാ വെള്ളം വരുമോ മൗലവി? ഇത് നബിയുടെ അടിയാണ്, സാധാരണക്കാരന്റെ അടിയല്ല. മൂസാ നബിയോട് അഭൗതികമായ നിലക്ക് വെള്ളം കൊടുക്കാൻ, അതേ അസാധാരണ വഴിയിലൂടെ വെള്ളം കൊടുക്കാൻ അനുയായികൾ പറഞ്ഞപ്പോൾ കൊടുക്കാനാ അല്ല പറയുന്നത്. ഖുർആനല്ലേ, ഖുർആൻ നിഷേധിക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾ നോക്കൂ, ജീവിച്ചിരുന്നാലും ശിർക്കാവുന്നല്ലേ മൗലവി പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന മൂസാ നബിയോടാണ് ഇത് ഖുർആൻ പറയുന്നത്. ഇനി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വരുന്നു സഹാബത്ത്, ബുഖാരിയിലെ ഹദീസാണ്. ദാഹിച്ച് വിഷമിക്കുമ്പോ സഹാബത്തിന് വെള്ളം കിട്ടാൻ ഒരു വഴിയുമില്ല. റസൂലുള്ള കിണർ വീക്കുന്ന ആളല്ല, കൊയൽ കിണറിന്റെ ഏജന്റല്ല, ഭൗതിക വഴിയിലൂടെ വെള്ളം കൊടുക്കുന്ന ആളല്ല. പക്ഷേ സഹാബത്തിന് ഇല്ലാത്തൊരു മഹത്വം റസൂലുള്ളാഹിക്കുണ്ട്, അത് മുഅ്ജിസത്തിന്റെ മഹത്വമാണൊന്ന്. അതുകൊണ്ട് തന്നെ സഹാബത്ത് വന്ന് വെള്ളം വേണം നബിയേ എന്ന് തേടുമ്പോൾ ഒരു പാത്രം എടുക്കുന്നു, ആ പാത്രത്തിൽ കൈവെക്കുന്നു. കയ്യിന്റെ വിരലിലൂടെ ശുദ്ധജലം നിർഗളിക്കുന്നു, വെള്ളം പൊട്ടി ഒഴുകുന്നു. അതേ ആയിരക്കണക്കിന് സഹാബത്ത് കുടിക്കുന്നു, ഒതുവെടുക്കുന്നു, അതേ കുളിക്കുന്നു. ബുഖാരിയിലെ ഹദീസല്ലേ. ജീവിച്ചിരിക്കുന്നാണെങ്കിലും അഭൗതിക മാർഗത്തിലൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ചെറുക്കാണെന്നല്ലേ കായക്കൊടി പറഞ്ഞത്? അത് കായക്കൊടിയാണ് കേട്ടോ. അത് ഖുർആനിന്റെ ആശയമല്ല, ഹദീസിന്റെ ആശയമല്ല. ഇമാം സുബിക്കിയും ഇമാം നവവിയും ഇമാം മാലിക് ഇമാമും ഒക്കെ ഖുർആൻ പഠിച്ചിട്ടാ ദീന് പറഞ്ഞത്. നിങ്ങൾ പഠിച്ചത് നിങ്ങളെ പുസ്തകമാണ്, അത് നിങ്ങളെ മൗലവിമാര് വഞ്ചിച്ചതാണ്. ചോദിക്കട്ടെ, അസാധാരണ വഴിയിലൂടെ അഭൗതിക മാർഗത്തിലൂടെ അതേ വല്ല സഹായവും ചോദിച്ചാൽ ശിർക്കാണെന്ന് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? വല്ല ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ റഷീദ് റിള എന്ന് പറയുന്ന പുത്തൻവാദി അദ്ദേഹം ഉണ്ടാക്കിയൊരു വാദമല്ലേ അത്? അല്ലാതെ ലോകത്ത് അതാ ഒരു സഹാബിയും പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിന്റെ നാവുമെന്ന് വന്നിട്ടില്ല, ഖുർആനിൽ ഇല്ലേ ഇല്ല. അഭൗതിക മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചാൽ, അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിച്ചാൽ അത് ശിർക്കാണെന്ന നിങ്ങളെ വാദത്തിന് ഖുർആനിൽ തെളിവില്ലേ ഇല്ല, ഹദീസിൽ തെളിവില്ലേ ഇല്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഒരു വിവരവുമില്ലാത്ത നിങ്ങളെ റഷീദ് റിള അദ്ദേഹം പറഞ്ഞുണ്ടാക്കിയ ഒരു ചെപ്പടി വിദ്യയാണത്. അതിവിടെ തകർന്നടിയുകയാണ്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ കാഫറാക്കൽ തുടങ്ങിയില്ലേ? കാരണം അസ്ലുഹാ സാബിത്തുൻ എന്ന് പറഞ്ഞ തൗഹീദിന്റെ ആ ഇളകാത്ത മൃഗമരം നിങ്ങൾക്കില്ല. നിങ്ങളുടേത് ചവിട്ടിയാലും ഇളകിപ്പോകുന്ന വിശ്വാസമാണ് മൗലവിമാരെ. നിങ്ങൾ തൗഹീദ് പഠിച്ചിട്ടില്ല, നിങ്ങൾ ശിർക്ക് പഠിച്ചിട്ടില്ല. ഇതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം വിഷയം പഠിക്ക്. എന്തിനാ തൗഹീദ് എന്ന് പറയാന്ന് പഠിക്ക്, എന്തിനാ ആരാധന എന്ന് പറയാന്ന് പഠിക്ക്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഗസാലി ഇമാം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വളരെ ബഹുമാനത്തോടെ പോയി നിൽക്കണം. റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ അടുക്കൽ എഴുതും. സക്കരിയ സഹായി പറയാണ്, അതിനല്ലേ ശിർക്ക്, അതാ ശിർക്ക്. ബഹുമാനത്തോടെ പോയി ശിർക്ക? ഓ മൗലവി, അതല്ല ശിർക്ക്. അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് ശിർക്ക്. പടച്ചവന്റെ ഏതെങ്കിലും ഒരു പ്രത്യേകതയിലോ അവന്റെ സത്തയിലോ അവന്റെ പ്രവൃത്തിയിലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ തുല്യതയുള്ളവനുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. മുശ്രിക്കുകൾ എന്ത് വിശ്വസിച്ചു? മുശ്രിക്കുകൾ വിശ്വസിച്ചു നമുക്ക് ദൈവങ്ങൾക്ക് അല്ലാഹുവിനോട് ഒരു നിലയ്ക്ക് കൂറുണ്ട്, ഭരണത്തിൽ കൂറുണ്ട്. അതിനെയല്ലേ അല്ലാഹു തആല എത്ര ആയത്തിലാണ് അല്ലാഹു ചോദ്യം ചെയ്തത്? വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്
അള്ളാഹ് അധികാരത്തിൽ കൂറില്ല. വലം യകുൽ ലഹു വലിയ്യും മിനൽ വകബ്ബിറുഹു തക്ബീറാ. പടച്ചവന് അധികാരം പ്രവർത്തിക്കാൻ പടച്ചവന് അതാ കഴിയാഞ്ഞിട്ട് അധികാരസ്ഥനായി മറ്റൊരാൾ പടച്ചവനെ സഹായിക്കാനില്ല. ഇനിയും അല്ലാഹ് പറയുന്നു, നോക്കൂ, ഓ മക്കയിലെ മുശ്രിക്കീങ്ങളെ, നിങ്ങൾ ആരാധ്യന്മാരാണെന്നും ഇലാഹുകളാണ്, ദൈവങ്ങളാണെന്നും വിശ്വസിച്ച അവരെ നിങ്ങളൊന്ന് വിളിക്കൂ. ഒരു ജോസഫിനുമില്ല, ഒരാൾക്കുമില്ല. ഭൂമിയിലോ ആകാശത്തിലോ ഒരണുമണി തൂക്കം ഒരാൾക്കും ഉടമസ്ഥാവകാശമില്ല. ഒരു ദൈവത്തിന്, നിങ്ങൾ വിളിക്കുന്ന ഒരു ദൈവത്തിനും, ഒരു ലാത്തക്കും, ഒരു ഉസ്സക്കും, ഒരു മലക്കിനും, ഒരു നബിക്കും ഒരാൾക്കും തന്നെ ആകാശഭൂമിയിൽ ഒന്നിനും ഒരു കൂറുമില്ല. പടച്ചവനെ സഹായിക്കാൻ ആരുമില്ല, പടച്ചവനെ ആരും സഹായിക്കേണ്ടതില്ല. പടച്ചവന്റെ മുമ്പില് അതാ റെക്കമെൻഡ് ചെയ്ത് സ്വാധീനിച്ച് വാങ്ങിത്തരൂന്ന് വിചാരിക്കണ്ട. മറിച്ച് അള്ള സമ്മതം കൊടുത്തവർക്കല്ലാതെ, അള്ള കഴിവ് കൊടുത്തവർക്കല്ലാതെ റബ്ബിനോട് ശഫാഅത്ത് ചെയ്യാൻ സാധ്യമല്ല. ഇത് തന്നെയാണ് അല്ലാഹ് ആയത്തുൽ കുർസിയിലും പറയുന്നത്. ആയത്തുൽ കുർസിയിലും അല്ലാഹ് പറയുന്നത് അതാണ്, വമാ ലഹു മിൻഹും മിൻ ദഹീർ വലാ തൻഫഉ ശഫാഅത്തു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു. അത് തന്നെയാണ് ആയത്തുൽ കുർസിയിലും, മൻദല്ലദീ യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. പടച്ചവൻ കഴിവ് കൊടുക്കാതെ റെക്കമെൻഡ് ചെയ്യുന്നവൻ ആരടാ? പടച്ചവൻ കഴിവ് കൊടുക്കാതെ റെക്കമെൻഡ് ചെയ്യുമെന്നായിരുന്നു മുശ്രിക്കുകളുടെ വിശ്വാസം. അതിന് അല്ലാഹ് ചോദ്യം ചെയ്യാണ്. അല്ലാഹ് ഉദ്ദേശിക്കാതെ, അല്ലാഹ് കഴിവ് കൊടുക്കാതെ പടച്ചവനോട് ഇന്നത് ചെയ്തേ പറ്റൂന്ന് പറയാൻ ആദ്യം അത് പറയാനുള്ള കഴിവ് അല്ലാഹ് കൊടുക്കണ്ടേ? ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അല്ലാഹ് കൊടുക്കണ്ടേ? അല്ലാഹ് കൊടുക്കാതെ എങ്ങനെ കഴിയാനാണോ? അതേ സമയത്ത് നിങ്ങൾ കണ്ടോ, ഇവിടെയൊക്കെ അല്ലാഹു തആല പ്രത്യേകം പറയാണ്, അതേ ഇല്ലാ ലിമൻ അദിന ലഹു. പടച്ചവൻ സമ്മതം കൊടുത്തവർക്ക് ശഫാഅത്തുണ്ട്. അമ്പിയാക്കൾക്ക് ശഫാഅത്തുണ്ട്, മലക്കുകൾക്ക് ശഫാഅത്തുണ്ട്, ഔലിയാക്കൾക്ക് ശഫാഅത്തുണ്ട്. ആ ശഫാഅത്ത് ഏതാണ്? ഖുർആൻ തന്നെ പറയുന്നത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഒരു മൗലവി പറഞ്ഞു 25,000 വണ്ടി വാടക എന്ന് പറഞ്ഞല്ലോ ചാർജ് ചെയ്ത് വരുന്ന മൗലവിക്ക്. എന്നാൽ 25,000 കൊടുത്തിട്ട് വെറുതെ നിങ്ങൾ ആഖിറം പോക്കണ്ടേ മുസ്ലിമേ? ശരിക്ക് ചിന്തിച്ചോ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, വസ്തഗ്ഫിർ ലിദംബിക. തൗഹീദിന്റെ കലിമത്തും പറഞ്ഞിട്ടല്ല പറയാണ്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബിയെ, തങ്ങൾക്ക് പാപം വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങൾ അഹ്ലു ബൈത്തിന് വരുന്ന പാപം പൊറുക്കാൻ വേണ്ടി, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരെ പാപം അല്ലാഹ് പൊറുക്കാൻ വേണ്ടി, ഈമാനുള്ള സ്ത്രീകളെ പാപം അല്ലാഹ് പൊറുക്കാൻ വേണ്ടി നബിയെ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ ഖുർആൻ. അപ്പൊ അല്ലാഹു തആല ദോഷം നമുക്ക് പുറത്തു തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണോന്ന് അല്ലാഹ് പറഞ്ഞതാ. ആ റെക്കമെൻഡിലാ സുന്നികൾ വിശ്വസിക്കുന്നത്. അല്ലാഹു തആല നബി തങ്ങൾക്ക് കൊടുക്കുകയാണ് പവർ. നബി തങ്ങൾ പറഞ്ഞാ പുറത്തു തരൂ എന്നല്ല പറയാൻ, നമ്മളോട് പറയാ പോയി പറഞ്ഞോളി റസൂലുള്ളാഹിനോട്. റസൂലുള്ള പറഞ്ഞാ പുറത്തു തരൂ. മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കൂ സുഹൃത്തുക്കളെ, ജോസഫിനെ വിളിക്കാന്ന് പറഞ്ഞില്ലേ, എന്നാ പറയട്ടെ, അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദി വകാനല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹ് ആകാശങ്ങളിൽ അല്ലാഹ്ക്ക് സൈന്യങ്ങളുണ്ട്, ഭൂമിയിലും അല്ലാഹ്ക്ക് സൈന്യങ്ങളുണ്ട്. ആ അല്ലാഹുവിന്റെ സൈന്യം മുഖേന അല്ലാഹുവിന്റെ സഹായം അല്ലാഹ് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സൈന്യത്തെ വിളിക്കുന്നത് അത് അല്ലാഹുവിനെ തള്ളലല്ല, അല്ലാഹുവിനെ ധിക്കരിക്കലല്ല, അല്ലാഹുവിൽ പങ്കുചേർക്കലല്ല. പടച്ചവനുള്ള ഒരു ഗുണവും ഒരു വിശേഷണവും അതേ ഒരു സൃഷ്ടിക്കുമില്ല. സൃഷ്ടികൾക്ക് നിമിത്തമാകാനേ കഴിയൂ. ഖാലിഖാണ് അല്ലാഹ്, അവനെ സൃഷ്ടിക്കാൻ കഴിയൂ. പക്ഷെ അല്ലാഹ് വെച്ച നിമിത്തമാണ് അവന്റെ ചില ജുനൂദുകൾ, സൈന്യങ്ങൾ. ആ സൈന്യങ്ങൾ, അല്ലാഹുവിന്റെ സൈന്യങ്ങളെ സഹായം ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ,
നിനക്ക് മാത്രം നിങ്ങൾ ആരാധന നടത്തുന്നു. അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ബഹുമാനം, അതാണ് ആരാധന. അത് അല്ലാഹുവിന് മാത്രമേ കഴിയൂ. അങ്ങേയറ്റത്തെ ഗുണം ചെയ്യാൻ അല്ലാഹുവേ കഴിയൂ. വേറെ ആൾ എന്ത് ഗുണം ചെയ്യണമെങ്കിലും അല്ലാഹ് തോന്നിപ്പിക്കണം ചെയ്യാൻ, എന്നിട്ട് അല്ലാഹ് കഴിവ് കൊടുക്കണം ചെയ്യാൻ. അങ്ങേയറ്റത്തെ ഗുണം പിന്നെ അല്ലാഹ് തന്നെയാണ് ചെയ്യുന്നത്, അവരല്ല. അവരല്ലാഹ് തോന്നിപ്പിച്ചനുസരിച്ച് ചെയ്യാൻ, അല്ലാഹ് കൊടുത്തതനുസരിച്ച് ചെയ്യാൻ, കൊടുക്കുന്നതനുസരിച്ച് ചെയ്യാൻ. അങ്ങേയറ്റത്തെ ഗുണം അതും അല്ലാഹുവിൽ തന്നെയാണ്. അല്ലാഹ് തോന്നിപ്പിക്കണവർ, എന്നിട്ട് അല്ലാഹ് കഴിവ് കൊടുക്കണവർ. അപ്പൊ അങ്ങേയറ്റത്തെ ഗുണം അല്ലാഹുവിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ എന്ന നിലക്കുള്ള ബഹുമാനം, അതാണ് ഇബാദത്ത്. അതാണ് ഇബാദത്ത്. ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് തന്നെ സർവ്വ വിഷയത്തിലും ഞങ്ങൾ സഹായം ചോദിക്കുന്നു. കാരണം നബി തങ്ങളെ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ നീ റസൂലുള്ളാഹിനെ സഹായിക്കണം. റസൂലുള്ളാഹിക്ക് നീ തോന്നിപ്പിക്കണം, നീ കഴിവ് കൊടുക്കണം. മലക്ക് ഞങ്ങളെ സഹായിക്കണമെങ്കിൽ മലക്കിന് നീ തോന്നിപ്പിക്കണം, മലക്കിന് നീ സഹായം കൊടുക്കണം, നീ കഴിവ് കൊടുക്കണം. ആകയാൽ സർവ്വ സഹായവും അല്ലാഹുവമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സർവ്വ സഹായവും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, ധനികരാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, ഡോക്ടർ ആകട്ടെ, മരിച്ചവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ആത്മാക്കളാകട്ടെ, ഇനി അതാ മറ്റെന്തെങ്കിലും ആകട്ടെ, അതേ ഡോക്ടർമാരോ ഭരണാധികാരികളോ ഇനി പണക്കാരോ ആരെന്ത് സഹായം ചെയ്യുന്നുണ്ടോ അതൊന്നും അവരെ വകയല്ല, അതൊക്കെയും അല്ലാഹുവിന്റെ വകയാണ്. അല്ലാഹ് കൊടുക്കുന്ന കഴിവ് കൊണ്ട്, അല്ലാഹ് തോന്നിപ്പിക്കുന്നത് കൊണ്ട്, അല്ലാഹ് കൊടുക്കുന്ന പവർ കൊണ്ട്. അതുകൊണ്ട് വയ്യാക നസ്തഈൻ. മൗലവിമാരുടെ അർത്ഥം എന്താ പറയുക? വയ്യാക നസ്തഈന് പുതിയ അർത്ഥം എന്താ? അർത്ഥം അസാധാരണ കാര്യങ്ങളിൽ പഠിച്ചോടെ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇപ്പൊ സാധാരണ കാര്യങ്ങൾക്ക് ഇവരെ വകയില്ല, സാധാരണ കാര്യങ്ങൾക്ക് ഇവരെ വകയില്ല. ഈ സർവ്വ വിഷയങ്ങളിലും അല്ലാഹുവിന്റെ സഹായം വേണം. അല്ലാഹുവിന്റെ സഹായമില്ലാതെ ഒരാൾക്ക് ഇസ്തിഗാസ ചെയ്യാൻ കഴിയൂല. ഇസ്തിഗാസ ചെയ്താലോ റസൂലുള്ളാഹിക്ക് സഹായിക്കാനും കഴിയൂല. അതുകൊണ്ട് എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഈ ശരിയായ തൗഹീദ് പഠിച്ച ഞങ്ങളെ നിങ്ങൾ എന്തിനു മുസ്ലിക്കാക്കി? മൗലവിമാരെ, എന്തിനു മുസ്ലിമീങ്ങളായ മുസ്ലിമീങ്ങളെ നേതാക്കളായ ഇമാമിങ്ങളെ നിങ്ങൾ മുസ്ലിക്കാക്കി? പടച്ചവന്റെ കോടതിയിൽ ആ ഇമാമിങ്ങൾ വന്ന് നിങ്ങൾ ചങ്ക് പിടിക്കുമ്പോ, പടച്ചവനെ ഞാൻ വ്യഭിചരിക്കൂന്നല്ല ഇവൻ പറഞ്ഞത്, കള്ള് കുടിക്കൂന്നല്ല ഇവൻ പറഞ്ഞത്, ഞാൻ അതിനേക്കാളൊക്കെ വലിയ ശിർക്ക് ചെയ്തു എന്നാ പറഞ്ഞത്, ഞാൻ അബൂജഹലിനെ പോലെയാണെന്നാ പറഞ്ഞത് എന്ന് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വന്ന് അല്ലാഹുവോട് കംപ്ലൈന്റ് പറയുമ്പോ, ഇമാം പറയുമ്പോ, ഇമാം പറയുമ്പോ, ഓ മൗലവിമാരെ വിശ്വസിച്ച മുജാഹിദുകളെ, ആ ഇമാമിങ്ങളെ മുമ്പ് വിറക്കുകയല്ലാതെ മറ്റൊരു വഴിയുണ്ടാകുമോ? അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ചിന്തിച്ചോ, ഇമാമിങ്ങളെ പിന്തുടർന്ന് ഖുർആൻ മനസ്സിലാക്കിക്കോ, ഇമാമിങ്ങളെ പിന്തുടർന്ന് മനസ്സിലാക്കിക്കോ. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇത് വിശ്വാസകാരിയാണ്. ഇതിൽ ഒരു ഇമാമിനും തർക്കമില്ലാത്ത വിഷയമാണ് വിശ്വാസകാര്യം. പഴയ കാലത്ത് മുജാഹിദീങ്ങൾ കർമ്മത്തിന്റെ വിഷയത്തിലൊക്കെ മാറ്റി 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 കൊണ്ടുവന്നു. അങ്ങനെ മാറ്റാന്നവർ അൽമനാറിൽ എഴുതുകയും ചെയ്തു. ഒക്കെ മുമ്പ് ഒരുപാട് വായിച്ചതാ. അൽമനാറിൽ എഴുതി ശരീഅത്തിന്റെ നിയമങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റണമെന്ന്. ആ അൽമനാറിൽ തന്നെ പറഞ്ഞു വിശ്വാസകാര്യത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റൂല, വിശ്വാസകാര്യത്തിൽ. പക്ഷെ ഇപ്പം വിശ്വാസവും മാറ്റി. അതാണ് ആ നോട്ടീസ്. വിശ്വാസം മാറ്റിയിട്ട് ഇപ്പൊ എന്തായിരുന്നറിയോ? ശരിക്കും മനസ്സിലാക്കുക. 1952 അൽമനാർ ജനുവരി 20 അതിൽ പറയുന്നേ, അല്ലാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവൻ മുബ്തദി കാഫിറാണ്. അപ്പൊ അല്ലാഹുക്ക് ജഡം ഉണ്ടെന്ന് വിശ്വസിച്ചാ കാഫിർ, അല്ലാഹുക്ക് സ്ഥലം ഉണ്ടെന്ന് വിശ്വസിച്ചാ കാഫിർ, രൂപം ഉണ്ടെന്ന് വിശ്വസിച്ചാ കാഫിർ, ഭാഗം ഉണ്ടെന്ന് വിശ്വസിച്ചാ കാഫിർ. അപ്പോ 1952 ജനുവരി അത് തന്നെ വക്കം മൗലവിയും പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്ന പുസ്തകത്തിൽ. അത് തന്നെ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലും പറഞ്ഞു. അർശില്ലവൻ ആരോഹണം ചെയ്തു, ഇസ്തവാ അലൽ അർശ് എന്ന വാക്യത്തിന്റെ വാസാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അള്ളാഹ് അർശിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണ്. അതല്ലേ ശിർക്ക് എന്ന് അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ 1102. എന്നാ ഉമർ മൗലവി എന്ത് ചെയ്തു? ഉമർ മൗലവി പറഞ്ഞു, അള്ളാഹു ആകാശത്തിലാണെന്ന് വിശ്വസിക്കലും ആ അർത്ഥത്തിൽ ആംഗ്യം കാണിക്കലും ഒക്കെ അഹ്ലുസുന്നത്തിന്റെ നിലപാടാകുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു ആകാശത്തിലാണെന്നുള്ളത് ഒരു പരമാർത്ഥമാകുന്നു ഉമർ മൗലവി. എന്നാലോ അതുകൊണ്ട് തീർന്നില്ല.
ഇപ്പോഴത്തെ വാദം എന്താ നിങ്ങള്? ഇപ്പോഴത്തെ വാദം എല്ലാരും കൂടി ഒപ്പിട്ടതാ വാദം മാറ്റാനേ. ഒക്കെ പറയാൻ നേരമില്ല. ഒക്കെ ഞാൻ എന്റെ വേറൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ സീഡിയോ എല്ലാരും കൂടി ഒപ്പിട്ടതാ. അതിൽ മടവൂരുണ്ട്, ജിന്നൂരുണ്ട്, എല്ലാരും കൂടി ഒപ്പിട്ട് പാസാക്കി. പടച്ചവനെ പറ്റി നമുക്ക് വിശ്വാസം ഒന്ന് മാറ്റണോ? അങ്ങനെ പാസാക്കി ഇപ്പൊ പറയുന്നത് എന്താന്ന് നിങ്ങള്? ഇപ്പൊ പറയുന്നത് അള്ളാഹ് ആകാശത്തിലാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കാഫിറാണ്. നേരത്തെ പറഞ്ഞു അള്ളാഹ് സ്ഥലമുണ്ട് എന്ന് വിശ്വസിച്ചാ കാഫിറാണ്. ഇപ്പൊ പറയുന്നത് അള്ളാഹു ആകാശത്തിലാണ് എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കാഫിറാവും. പുതിയ വാദം. അതാണ് നേരത്തെ നോട്ടീസുകൾ കണ്ടത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? പറയാൻ ഇപ്പൊ സമയമില്ല. ഞാൻ വളരെ ചുരുക്കി ഈ ഒരു വിഷയം പറയണം. അള്ളാഹു അർശിന്മേൽ ആരോഹിതനാണെന്നും 7 ആകാശങ്ങൾക്ക് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്നും അകന്നാണെന്നും അംഗീകരിക്കുന്നില്ലയോ അവൻ കാഫിറാണ്. അപ്പൊ 1952 പറഞ്ഞു അള്ളാഹ് സ്ഥലമുണ്ട് എന്ന് വിശ്വസിച്ചാ കാഫിറാണ്. ഇപ്പൊ പറഞ്ഞ സ്ഥലമുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കാഫിറാണ്. ഏതായാലും പഴയ മൗലിയും പുതിയ മൗലിയും ഒന്നായിട്ട് മുസ്ലിം ആവില്ലാന്ന് പറഞ്ഞു. വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, തികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ്. www.hubburrasool.net